വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും മതി. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ ഇവിടെ പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയം മുതൽ അസാധാരണമായ ദൈവശക്തിയും ദൈവവചനത്തിൻ്റെ വെളിപ്പാടും കർത്താവ് നമുക്ക് നൽകി തന്നു. ഞാൻ ഇന്നലെ എനിക്കൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട്, സമയം ഒത്തിരി എടുക്കുന്ന മീറ്റിംഗ് ആയിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ മെസ്സേജ് മിനിഞ്ഞാന്നേ എഴുതി വെച്ചു. സ്തോത്രം. എഴുതി വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് കർത്താവ് പെട്ടെന്ന് ഒരു വചനഭാഗം തന്നു. ആ വചനമാണ് നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആ വചനം പരിശുദ്ധാത്മാവ് തന്നിട്ട് ജയത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന കർത്താവിൻ്റെ ഹൃദയത്തിൽ ശക്തമായൊരു പ്രേരണ തന്നു. ഞാനിവിടെ വന്നിരുന്നു ആ തിരുവചന ഭാഗങ്ങളുടെ പല റെഫറൻസുകളും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ആ ഒരു വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് ശുശ്രൂഷിപ്പാനാണ് ഇന്ന് പകൽ കർത്താവിൽ ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതെടുക്കണമോ എന്നൊരു ശങ്ക ഹൃദയത്തിൽ വന്നപ്പോൾ ഇന്നിവിടെ കേട്ട ദൈവവചനത്തിൻ്റെ അകത്തെല്ലാം ജയം ജയം എന്നാണ് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഇതുവരെ നമ്മൾ കേൾപ്പിച്ചു കൊണ്ടിരുന്നത്. തുടക്കം പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നുള്ള വചനം പറഞ്ഞാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ പ്രാർത്ഥിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ കർത്താവിൽ ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഒരു ജയത്തിൻ്റെ പകലാണ്, ദൈവപ്രവൃത്തിയുടെ പകലാണ്. എവിടെയൊക്കെ പരാജയപ്പെട്ട് കിടക്കുന്നോ ആ മേഖലകൾക്കകത്തെല്ലാം ഒരു ജയം തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ സഭയിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നീ തോറ്റുകിടക്കാൻ പൈശാചിക തലങ്ങൾ ആഗ്രഹിക്കുമ്പോൾ യേശു നീ തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഒരു ജയാളിയായി പുറത്തു വരണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ആ ആഗ്രഹത്തിൻ്റെ ദൈവപ്രവൃത്തി കർത്താവിൽ ശക്തമായി പുറത്തു വരുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായും ഇടപെടുകയാണ്. നമുക്ക് ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാം. 2:17 അവർ പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. സ്തോത്രം. ചിലത് മറഞ്ഞിരിപ്പുണ്ട്. ഇന്ന് പകൽ ആത്മാവിലൊന്ന് ജയിക്കാൻ പറ്റുമോ? ആത്മാവിലൊന്ന് ആരാധിക്കാൻ പറ്റുമോ? ചില മറകൾ നീങ്ങി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്താൽ നിങ്ങളുടെ കരത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ടും ഈ പകൽ ദൂത് പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. മറഞ്ഞു കിടക്കുന്നതും ഇതുവരെ കയ്യിൽ വരാത്തതുമായ ചില ദൈവിക നന്മയുടെ സോഴ്സുകൾ എന്റെ ദൈവം ദൈവസഭയ്ക്ക് തുറന്ന് ഒരു അനുഗ്രഹപാത്രമായി നിങ്ങളെ പുറത്തുകൊണ്ടു വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. അവിടെ പറയാ ജയിക്കുന്നവന്. സ്തോത്രം. ആത്മീക ജീവിതം ഒരു പോരാട്ടമാണ്. സ്തോത്രം. അത് വെറുതെ പ്രാപിച്ചെടുക്കാൻ പറ്റുന്നതല്ല. സ്തോത്രം. ഈ കഥാവ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ജയിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ട
കട്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഇന്ന് പകലൊന്ന് ധൈര്യപ്പെടാൻ പറ്റുമോ? ചില ഘട്ടങ്ങൾക്കും നടുവിൽ, ചില ഭാരങ്ങൾക്കും നടുവിൽ നിന്നെ അധൈര്യപ്പെടുത്തുന്ന ഇരുട്ടിന് മുമ്പിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ജയിച്ച ഒരുവൻ നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ലോകത്തെ ജയിച്ച ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തി ആ ജയത്തെ സ്വീകരിക്കാൻ ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയിക്കാൻ പോവുക. ചില ഘട്ടങ്ങളെ ജയിക്കാൻ പോകുന്നു. ദൈവവൈതൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളെ ജയിക്കാൻ പോകുന്നു. നിനക്കെതിരെ ശത്രു ഉരുട്ടി വെച്ച ചില കല്ലുകൾ എന്റെ ദൈവം ഈ പകൽ ഉരുട്ടി മാറ്റിക്കളഞ്ഞ് നിന്നെ ഒരു ജയാളിയാക്കി പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കാൻ പോകുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഘട്ടമുണ്ട്, ഘട്ടമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നീ തോറ്റു പോകത്തില്ല. ഘട്ടത്തെ ജയിച്ച ഒരുവൻ, ഘട്ടത്തെ ജയിച്ച ഒരുവൻ, ഈ ലോകത്തെ ജയിച്ച ഒരുവൻ നിന്റെ കർത്താവാകുന്നത് കൊണ്ട്, നിന്റെ രക്ഷിതാവാകുന്നത് കൊണ്ട് നീ പരാജയപ്പെട്ട് പോകത്തില്ല. ആ ജയം നിന്റെ മേൽ വരുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഘട്ടത്തെ ജയിക്കാൻ ദൈവശക്തി തരാൻ പോവാ. വിശ്വാസമുണ്ടോ? ഈ 2026 ഇന്നേ ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്നെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക. ചില ദുരാത്മമണ്ഡലങ്ങളെ ജയിക്കേണ്ടതിന്, ചില ഘട്ടങ്ങള് അതിജീവിക്കേണ്ടതിന് എന്റെ ദൈവം നിന്നെ ശക്തിപ്പെടുത്താൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിലരിൽ നിന്നിങ്ങനെ ബന്ധനങ്ങൾ അടിഞ്ഞു താഴെ വീഴുന്നൊരു കാഴ്ച കർത്താവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. ചില വർഷക്കണക്കുകൾ പറഞ്ഞ്, കാലക്കണക്കുകൾ പറഞ്ഞ്, എന്താണ് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന, അധൈര്യപ്പെടുന്ന നിന്നോട് തന്നെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ഒരു ജയമായി ആത്മാവിൽ പുറത്തു വരാൻ പോകുന്നു. യേശു നിന്നെ വിടുവിക്കുന്നുണ്ട്. ഈ പകൽ സ്വർഗ്ഗം ഇടപെടുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് ലോകത്ത് ഘട്ടമുണ്ട്. സ്തോത്രം. എങ്കിലും ധൈര്യപ്പെട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു ജയിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അവനെ ആരാധിക്കുന്ന, അവനെ സ്തുതിക്കുന്ന, അവനെ ആത്മാവിൽ മനസ്സിലാക്കുന്ന നീയും ഒരു ജയമായി, നീയും ഒരു അനുഗ്രഹമായി ദൈവത്താൽ പുറത്തു വരാൻ പോകുന്നു. സ്തോത്രം. ഈ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ ചിന്തിച്ചൊരു ഭാഗം അല്ലെങ്കിൽ ഒന്ന് പോകാം. ഈ ഘട്ടത്തെ ജയിക്കാൻ ഒന്ന് വന്നേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം, അല്ല വാക്യമല്ല, 3-ാം അധ്യായം 10-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും. സ്തോത്രം. ഈ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ പറയുന്നതിന് തൊട്ടു മുമ്പ് പൗലോസ് പറയാം അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായൊരു ദൂത് തരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെ ജയിക്കാനുള്ള ദൈവശക്തി. സ്തോത്രം. ആ കട്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ വിവരിക്കുന്നതിന് മുമ്പ് അവിടെ പറയാ പുനരുദ്ധാനത്തിന്റെ ശക്തി. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കടന്നു വന്ന പ്രശ്നത്തെ ജയിക്കാനുള്ള മുഖാന്തരം ദൈവശക്തിയാണ്. സ്തോത്രം, സ്തോത്രം. ഘട്ടം വരുന്നത് നമ്മളെ ജയിപ്പിക്കാനല്ല, പ്രശ്നം വരുന്നത് നമ്മളെ ജയിപ്പിക്കാനല്ല. പക്ഷെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിഞ്ഞ ചിലരോട്
ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, നീ ശക്തി കൊണ്ട് ചില കഷ്ടത ജയിക്കാൻ പോകുന്നെന്ന്, ശക്തി കൊണ്ട് വിടുതൽ പ്രാപിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ശക്തമായും സഭയോട് പ്രവചിക്കാൻ ആത്മാവ് ഇടപെടുകയാണ്. അടകഥനകൽക്കഥ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് നോക്കിയാൽ കഷ്ടത ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു മാറ്റവും വരത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവശക്തിയിൽ ആശ്രയിച്ചു നോക്ക്. യേശുവിനെ എഴുന്നേൽപ്പിച്ച പിതാവിന്റെ അതേ ആത്മാവ് പുനരുദ്ധാനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്ന കല്ലറയ്ക്കകത്തുനിന്ന്, നിന്നെ ഒതുക്കാൻ നോക്കുന്ന ഭവനത്തിനകത്തുനിന്ന്, നിന്നെ ഒതുക്കാൻ നോക്കുന്ന ദേശത്തിനകത്തുനിന്ന് എന്റെ ദൈവം ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഈ പകൽ ആത്മാവ് സഭയോട് പ്രവചിക്കാൻ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. കഷ്ടതയെ വെല്ലുവിളിക്കാൻ പോവുക. മാനുഷിക ബലത്തിലല്ല, മാനുഷിക ബലത്തിലല്ല, ദൈവശക്തിയാൽ വെല്ലുവിളിക്കാൻ പോവുക. ദൈവശക്തിയാൽ ചിലതിനെ വെല്ലുവിളിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ചില പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ആ വിഷയങ്ങൾ തരണം ചെയ്തത്, ഇവിടെ വരെ എത്തിയതെന്ന്. സ്തോത്രം. കർത്താവിന്റെ അഭിഷേകത്തിന് 50 വർഷത്തെ അവന് എക്സ്പീരിയൻസ് ഉണ്ട്. സ്തോത്രം. അദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ വരെ എത്തിയത് അനേക തോൽവിയിൽ നിന്ന് ജയമൊരുക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് ശക്തമായി പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ജയിക്കാൻ ദൈവശക്തി നിനക്ക് തുണ നിന്നെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് തകർക്കുമെന്ന് വാദിക്കുന്ന, നിരാശപ്പെടുത്തുമെന്ന് പറയുന്ന, ആത്മിക സന്തോഷം പ്രാപിക്കാൻ നിന്നെ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന ചില കഷ്ടതകൾക്ക് നടുവിൽ നീ സന്തോഷത്തോടെ യേശുവിനെ ആരാധിച്ച് നിൽക്കേണ്ടതിന് ആവശ്യമായ ഒരു പുനരുദ്ധാനത്തിലെ ശക്തി ഈ പകൽ ദൈവത്തിന്റെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. എതിരാളികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്, നിന്ദകൾ ഒത്തിരി വന്നിട്ടുണ്ട്. സ്തോത്രം. ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ കർത്താവിനെ അഭിഷേകം ചെയ്തു. വിശ്വാസി വന്നിട്ട് ആദ്യം പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ കർത്താവിനെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ഈ അഭിഷേകം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് പിന്മാറിപ്പോയാണ്. സ്തോത്രം. അത്രമാത്രം പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതൊരു പ്രശ്നമായി തോന്നിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, വ്യാപരിച്ച ദൈവശക്തി ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യവും ബലവും അധികാരവും എന്റെ ദൈവം തന്നു. ഈ പകൽ സഭയോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അതേപോലെ തന്നെ ഇനിയും അനേക ഘട്ടങ്ങളെ ജയിക്കാൻ, അനേക പ്രശ്നങ്ങളെ ജയിക്കാൻ കർത്താവ് ശക്തീകരിക്കാൻ പോവുക. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവചനമായി കർത്താവ് പറയുന്നു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോൽവി എന്ന് നീ സമ്മതിച്ച വിഷയം ആത്മാവ് ഒരു ജയമാക്കാൻ പോകുന്നു. വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ പറ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ സെക്കൻഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ചില പരാജയങ്ങൾ കണ്ടിട്ട് അതിന്റെ നിരാശ ബോധ്യത്തിലല്ലേ ഈ പകൽ ഇവിടെ ഇരിക്കുന്നത്. അതും ഒരു ജയമായി ആത്മാവിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഘട്ടാനുഭവങ്ങളെ അതിജീവിക്കാൻ. സ്തോത്രം. അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ഘട്ടമാണെങ്കിലും, മനുഷ്യരിട്ട നിന്ദകളാണെങ്കിലും, രോഗത്തിന്റെ ഘട്ടമാണെങ്കിലും, സാമ്പത്തിക കെടുതിയാണെങ്കിലും, ഇന്ന് പകൽ കർത്താവ് എന്നോട് പ്രവചിച്ചു പറയാൻ പറയുന്നു, വരൾച്ചകളെ ബ്രേക്ക് ചെയ്യുന്ന, വരൾച്ചകളെ മാറ്റുന്ന, വരൾച്ചകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവപ്രവൃത്തിയുടെ ഫലം ഈ പകൽ സ്വർഗത്തില് ജനത്തിനു നടുവിൽ ചെയ്യാനുണ്ട്. സ്തോത്രം. അടകമന സ്വന്തം കഴിവ് കൊണ്ട് ജയിച്ചെന്ന് ആരും പറയരുത്. സ്തോത്രം. സ്തോത്രം. നിന്നതല്ല,
വിശ്വാസമുണ്ടോ? നിന്നതല്ല, പ്രശ്നത്തിനകത്ത് നിന്നതല്ല, നിർത്തിയതാ. അവൻ മേലാലും നിർത്തുമെന്ന്, അവൻ നിർത്താൻ ശക്തനെന്ന്, അവൻ നിർത്താൻ പ്രാപ്തനെന്ന് ഇന്ന് പകൽ സ്വർഗം ശക്തമായി ദൈവജനത്തോട് ദൂത് പറയാൻ ആത്മാവിടപെടുന്നു. നിന്നതാണോ? എപ്പോഴേ വീണു പോകേണ്ടതാ, എപ്പോഴേ തകർന്നു പോകേണ്ടതാ, എപ്പോഴേ മാറ്റപ്പെടേണ്ടതാ. ഇന്നും സ്തോത്രം പറയാൻ ഒരു ശേഷിപ്പ് നിനക്കുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അധികാരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു ഈ പകൽ പിതാവിന് സ്തോത്രം കൊടുക്കാൻ ആത്മാവിടപെടുകയാണ്. സ്തോത്രം, സ്തോത്രം. കട്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെ വിവരിക്കുന്നതിന് മുമ്പ് പുനരുദ്ധാനത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നു. സ്തോത്രം, സ്തോത്രം. പ്രശ്നത്തെ നോക്കി പറ, ഞാൻ നിൽക്കുന്നൊരു ദൈവശക്തിയല്ല. കർത്താവിന്റെ അഭിഷേകത്തിന് ആവർത്തിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇത് പകൽ ആത്മാവിലൊന്ന് പറയാൻ പറ്റുമോ? അവൻ അധൈര്യപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദുഷ്ടപ്പോരിനെ നോക്കിക്കൊണ്ട് ആത്മാവി പറ, എന്നെ നിർത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയാൽ ഞാനൊരു ജയാളിയാണ്. ഈ പ്രശ്നത്തെയും ഈ കാലഘട്ടത്തെയും ഈ വേദന സാഹചര്യത്തെയും നീ അതിജീവിച്ച് പുറത്തു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാ പറയാൻ പറയുന്നു. വിശ്വാസം ഇല്ലേ? അതിജീവിക്കാൻ പോവുക. നീ ജയാളി തന്നെയാണ്. നീ പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അതിജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് ആദരിട്ടിരിക്കുന്ന വ്യാപാരങ്ങൾ നിന്റെ കാഴ്ചപറ്റിൽ തകർന്ന് നീ മുമ്പോട്ടു തന്നെ പോകാൻ എന്റെ ദൈവത്തിന്റെ ശക്തീകരണം. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി, വിവാഹ ജീവിതത്തെക്കുറിച്ച്, വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിയുന്നതിന് മുമ്പ് തകർന്നു പോകുമെന്ന് 2 മതക്കാരും പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. തകർന്നു പോകും, ജീവിക്കത്തില്ല. ഈ ഒരാളെന്നോട് പറഞ്ഞു, ഓന്ത് ഓടിയാൽ എവിടം വരെ? സ്തോത്രം, വേലി വരെ അല്ലേ? ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഈ ഓട്ടോ ഒന്നും നിൽക്കുന്നതല്ല. സ്തോത്രം. കഴിഞ്ഞ 20 വർഷം ജയത്തോടെ നടത്തിയ ഒരു ദൈവം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നിനക്കെതിരെ വിധിവെച്ച ചില വാക്കുകളെ ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് മാറ്റി, ചില വിധിയെഴുത്തുകളെ മാറ്റി, അതിനു നടുവിൽ നീ വീണു പോകാതെ വണ്ണം ശക്തിയോടെയും ബലത്തോടെയും നിർത്താൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. സ്തോത്രം, സ്തോത്രം. അവര് കാണുന്നത് നമ്മുടെ പരിമിതികളാ. സ്തോത്രം. ഇന്നത്തെ സാഹചര്യങ്ങളാ. എന്നാൽ അവർ അറിയാത്ത ഒന്ന് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവശക്തിയാണ്. ലോക കാണാത്ത ഒന്ന്, ലോകക്കാരറിയാത്ത ഒന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. നീ പുറത്തു വരും, നീ പുറത്തു വരും. ഡോക്ടർമാർ പറയും നീ പുറത്തു വരത്തില്ല, വൈദ്യശാസ്ത്രം പറയും നീ പുറത്തു വരത്തില്ല. എന്നാൽ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, നീ അത്ഭുത കാണും, നീ വിടുതൽ പ്രാപിക്കും, നീ ജയമെടുക്കുമെന്ന് ഈ പകൽ സ്വർഗത്തിലെ ദൈവം ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ജയമുണ്ട്. സ്തോത്രം. കർത്താവിനോട് പറയുന്നു, ഈ നിമിഷം വരെ കീറാമുട്ടി പോലെ കിടക്കുന്ന നിന്റെ ജീവിത ബാധ്യത പ്രവചനമായിട്ടെടുത്തു. ജീവിത ബാധ്യത ഈ 3 മാസത്തിനകം റിസൾട്ട് കാണുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്റെ സ്വർഗം അത് തരുമെന്ന് ആത്മാവിടപെടുന്നു. ക്രിസ്തുവിനുണ്ടായ ഘട്ടങ്ങളെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ജയിച്ച് അവനെ ഏറ്റവും ഉയരത്തിലിരുത്തിയിരിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ ദൈവജനത്തോട് പറയാം,
ഈ പ്രശ്നത്തിനകത്തും നീ ഏറ്റവും ഉയരത്തിലേക്ക് കയറുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ മണ്ഡലം ആത്മാവ് നിന്നെ കാണിക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് വെളിപ്പാട് പറയുന്നു. ഇതിനകത്ത് വന്നു നിൽക്കുന്ന ഒരു ദൂതനെ കർത്താവിനെ കാണിക്കുക. ചിലരുടെ തലമേലൊരു പുതിയ അഭിഷേകം. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? മടുത്തുപോയവർക്കുള്ള ദൂത, പുതിയൊരഭിഷേകം നിന്റെ ആത്മമണ്ഡലത്തിനകത്ത് പകരാൻ ഈ പക ദൈവത്തിന്റെ ഒരു ശക്തീകരണം ഇതിനകത്ത് നടക്കുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കോരി ഒഴിക്കുക, കോരി ഒഴിക്കുക. ചിലരുടെ തലമേൽ കോരി ഒഴിക്കുക. ഇത് കോരി ഒഴിക്കുമ്പോൾ പരാജയമെന്ന് എഴുതി വച്ചിരിക്കുന്ന ചില സർപ്പങ്ങൾ താഴെ വീഴുന്നതും ചിലത് തകരുന്നതും ചിലത് ഇറങ്ങി ഓടുന്നതും ആത്മാവിനെ കാണിക്കുന്നു. നിന്റെ പരാജയം കാണാൻ വ്യാപരിച്ചു നിൽക്കുന്ന അധികാരത്തിന്റെ മുമ്പിൽ, വാഴ്ചയ്ക്ക് മുമ്പിൽ ആത്മാവ് പറയുന്നു, നിന്നെ ജയിപ്പിക്കാൻ ഒരു പുതിയ അഭിഷേകം. സ്തോത്രം, സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നല്ല ശക്തമായൊരു യുദ്ധമാണ് കർത്താവിനെ കാണിക്കുന്നത്. അടകമൻ നിന്റെ പരാജയത്തിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഇരുട്ടുണ്ട്, ഒരു ഇരുട്ടുണ്ട്. ഇന്ന് പകൽ ജയിക്കാൻ പറ്റും, ഇന്ന് പകൽ ജയിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർ അമ്മ പറഞ്ഞു ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഈ വ്യാപരിക്കുന്ന ശക്തിക്കകത്ത് നീ പുറത്തു വരുന്ന പകല, നീ പുറത്തു വരുന്ന പകല യേശുവിന്റെ നാമത്തിൽ. അടകമന ദുരി, അടകമന. അന്തരീക്ഷം അങ്ങ് മാറുക. ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. അന്തരീക്ഷം അങ്ങ് മാറുക. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. നിങ്ങൾ കുറിച്ചു വെച്ച റിസൾട്ട് ഉണ്ടാകും, റിസൾട്ട് ഉണ്ടാകും, ഫലമുണ്ടാകും, ദൈവപ്രവൃത്തി ഉണ്ടാകും, ജയമുണ്ടാകും. അന്തരീക്ഷത്തെ മാറ്റുന്ന പിതാവ് ഇവിടെ വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഒന്ന് അന്യഭാഷയോടെ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ചില കടുംകെട്ടുകൾ, കടുംകെട്ടുകൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും ഫലം വരാൻ സമ്മതിക്കത്തില്ല എന്ന് വാദിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പക ദൈവത്താൽ അതിന്റെ മാറി ഒരു ജയം ആത്മാവിൽ വെളിപ്പെടുന്നു. അടകമന കഥ പറയുന്നു. വേലയ്ക്കകത്ത്, സുവിശേഷ വേലയ്ക്കകത്ത് ചിലര് പുറത്തു വരാൻ പോകുന്നു, പുറത്തു വരാൻ പോകുന്നു. കർത്താവിന്റെ അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് പകലിന്റെ വ്യാപരിക്കുന്നു, ഇന്ന് പകലിന്റെ വ്യാപരിക്കുന്നു. പിതാവെ അങ്ങ് തുടർ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇതിനകത്തുള്ള അഭിഷിക്തന്മാർ പുറത്തു വരട്ടെ, ദൈവദാസിമാർ പുറത്തു വരട്ടെ. അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ശബന റബന ജഗത വൈഡ കബന ജഗത അടക മനതുര മനതുര മനതര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ ഏറ്റവും ബാക്കിൽ കസേരയിലിരിക്കുന്ന ആന്റിയോട്, ദൈവത്തിന്റെ പേര് ഏറ്റവും ബാക്കിലിരിക്കുന്ന കസേരയിലിരിക്കുന്ന ആന്റിയോട്, വെള്ളഷാള് തലയിട്ട് തിരിഞ്ഞു നോക്കുന്ന ആന്റിയോട്, ഇനി ആരും ഇല്ല ബാക്കിൽ. അവൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തി ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഒരു 3 ദിവസം സമാധാനമായി നിൽക്കുമ്പോൾ അടുത്ത 10 ദിവസം വീടിന്റെ അകം കലങ്ങി മറിയുന്നത് പോലെ കലങ്ങി മറിയുന്ന പ്രശ്നങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിക്കൊണ്ട് ജയത്തിലേക്ക് കർത്താവ് നയിക്കാൻ പോകുന്നു. മാത്രമല്ല, ശരീരത്തിന്റെ തോളു മുതൽ അടകതനകൾക്കിട കാൽമുട്ടു വരെ മാംസത്തിനും മസിൽസുകൾക്കും ബലം കുറഞ്ഞു നിൽക്കുന്നത് പോലെയും വേദനപ്പെടുന്നത് പോലെയും വ്യാപരിച്ചു നിൽക്കുന്ന രോഗത്തിന്റെ കെട്ട് ഇന്ന് പകൽ ദൈവത്താൽ അഴിഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിന് ശക്തമായി പ്രവർത്തിപ്പാനുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായും ഇടപെടുകയാണ്.
വഴികൾ പലതും തുറക്കാതെയും അടഞ്ഞു പോയതുപോലെയും ഡോറുകൾ ശമനറമന ജഗത പലപ്പോഴും തുറന്നു വരുന്നതിനെ പോലും അടച്ചിട്ടിരിക്കുന്നത് പോലെയും വീടൊരു നിന്നയുടെ തലത്തിൽ കിടക്കുമ്പോൾ ആ മേഖലകളിൽ ജയമൊരുക്കിക്കൊണ്ട് ദൈവാത്മാവ് ശക്തമായി പുറത്തെടുക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ പദ്ധതി ദൈവത്തിന് വെളിപ്പെടുത്താൻ പദ്ധതിയുണ്ട്. ഇന്നിവിടെ ആരാധനയ്ക്ക് വന്നു എന്നൊരൊറ്റ കാരണത്താൽ നിങ്ങളുടെ മനോദുഃഖങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അടിച്ച് ദൈവിക ജയത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന അത്ഭുതകരമായ പ്രവൃത്തി പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുവാൻ പ്ലാൻ ഉണ്ട് എന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പുറത്തിറങ്ങുമ്പോൾ സ്വഭാവം നിന്റെ പ്രിയപ്പെട്ട തലമുറയ്ക്ക് മനോഹരമാണെങ്കിലും അകത്തു കയറുമ്പോൾ ആളുമാറുന്നത് പോലെ കലക്കി മറയ്ക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റി ജയവും സമാധാനവും വീടിന്റെ അകത്തൊരുക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുന്നു. അസൂയാലുക്കളുടെ കണ്ണുള്ള ദേശത്തു തന്നെ ദൈവത്തിന്റെ മാന്യതകളെ ഒരുക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് മാനിച്ചെടുക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. വീണ്ടും ദൈവസഭ പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ഭയങ്കരമായ ഒരു ശക്തീകരണം പോലെ ജനത്തെ വിടിവിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു. ഒത്തിരി സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു. ദൈവപ്രവൃത്തി ആഴത്തിൽ വെളിപ്പെടുന്നു. അടകമനതുരി ശബനറപദ ജഗതവൈടകമന രോഗത്തിന്റെ കുരുക്കുകൾ ദൈവശക്തിയാൽ അഴിഞ്ഞു മാറുന്നു. രോഗത്തിന്റെ കുരുക്കുകൾ ഇന്ന് പക ദൈവശക്തിയാൽ അഴിഞ്ഞു മാറുന്ന ദൈവപ്രവൃത്തി നിന്നെ ബലഹീനപ്പെടുത്താൻ, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്താൻ, നിന്റെ മനസ്സിനെ ബലഹീനപ്പെടുത്താൻ ശത്രു കെട്ടിവെച്ച ഇരുട്ടിന്റെ മേഖലകളെ ഇപ്പക സ്വർഗമടിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ആത്മാവിന് പദ്ധതി ഉണ്ട്. ഘട്ടത്തെ ജയിക്കാൻ പുനരുദ്ധാനത്തിന്റെ ശക്തി. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ ജയിച്ചു വന്ന വഴികൾ ആത്മശക്തിക്കകത്താ. സ്തോത്രം. വീണ്ടും ദൈവശക്തിയോടെ നിർത്തും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലേക്ക് മടങ്ങി വന്നേ. അതിന്റെ വാക്യം ഒന്നോട് വായിച്ച്. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇത് ആവശ്യമുണ്ടോ? ഇന്ന് പകൽ അത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് അത് തരാൻ പോവുകയാണ്. ഈ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സ്തോത്രം, സ്തോത്രം. ആ യേശുവിനെ വേണ്ടുന്നത് പോലെ വെളിപ്പെട്ടു കിട്ടാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നിനക്ക് യേശുവെന്ന മർമ്മം വെളിപ്പെട്ടുവെന്ന്, നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നെന്ന് ഈ പകൽ സ്വർഗത്തിലെ ദൈവം ശക്തമായി ഇടപെടുകയാണ്. യേശുവിനെ അറിയുന്നത് തന്നെ ഒരു ജയമാണ്. സ്തോത്രം. അവനെ അറിയേണ്ടത് പോലെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ പരാതി പറയത്തില്ല, നമ്മൾ ഭാരപ്പെട്ടു പോകത്തില്ല, നമ്മൾ അധൈര്യപ്പെട്ടു പോകത്തില്ല. യേശു നമ്മുടെ കൂടെയുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടും. മറഞ്ഞിരിക്കുന്ന മന്ന. സ്തോത്രം. എന്തോ കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ഇതുവരെ ഉണ്ടായ ആത്മമണ്ഡലമല്ല. സ്തോത്രം. ഇതുവരെ പ്രാപിച്ചതുമല്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ആത്മതലത്തിന്റെ യാഗങ്ങൾ നിന്റെ മേൽ തുറക്കുന്ന ഒരു വെളിപ്പാട് ഈ പകൽ സ്വർഗം ഇതിനകത്ത് കൈമാറ്റം ചെയ്യാൻ ആത്മാവ് പദ്ധതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഒന്നുകൂടി കർത്താവില്ലാതെ ഇങ്ങനെ പറയാൻ കർത്താവിനോട് പറയുന്നു, ഈ ശുശ്രൂഷയിലേക്കും ആത്മമണ്ഡലത്തിലേക്കും വന്നിട്ടും എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ
അവൻ ചിലരോട് ആത്മാവ് ഇടപെടുന്നു. നീ പ്രയോജനമാകാൻ പോകുന്നു. നീ യേശുവിനെ മനസ്സിലാക്കാൻ പോകുന്നു. ആത്മാവ് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നിന്റെ അകത്തു തന്ന് നിന്നെ ഒരു അത്ഭുതമാക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന മന്ന അതൊരു ആത്മതലത്തിലെടുത്തു. ഇന്ന് പകം മറഞ്ഞിരിക്കുന്ന മന്ന നിന്റെ പ്രാർത്ഥന മണ്ഡലത്തിൽ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ആത്മിക ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഇതുവരെ കണ്ടതുപോലെയല്ല നീ യേശുവിനെ കാണാൻ പോകുന്നത്, യേശുവിനെ അറിയാൻ പോകുന്നത്. അസാധാരണമായ ഒരു വെളിപ്പാടിന്റെ അകത്ത് നിന്റെ ആത്മിക ജീവിതം പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ പ്രസംഗം പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ വിശ്വാസ ജീവിതം പരാജയപ്പെട്ടു പോകത്തില്ല. ചില മൂടുപടങ്ങൾ മാറി എന്റെ ദൈവചുനത് തുറക്കുന്ന പകലാണെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. സ്തോത്രം. എന്റെ ആത്മമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണോ സ്തോത്രം കുറഞ്ഞു പോയത്? ഈ മന്ന ഒരു ഭൗതിക കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് സ്തോത്രം വന്നത്. ഇത് നമുക്ക് സ്തോത്രം പറഞ്ഞ ആത്മാവിൽ പ്രാപിച്ച് യേശുവിനെ നിനക്ക് ആവശ്യമുണ്ട്. യേശു നിന്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ വെളിപ്പെട്ട് നീ ഒരു അനുഗ്രഹമാകാൻ. ജീവന്റെ അപ്പം, ജീവന്റെ മന്ന, ജീവന്റെ നാഥൻ ഇപ്പകം നിനക്ക് വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ജയിക്കണം. ദൈവവചനത്താലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവിടെ പറയാ മറഞ്ഞിരിക്കുന്ന മന്ന, അടുത്തത് വെള്ളക്കല്ല്. അങ്ങനെയല്ലേ? ഒന്ന് വായിച്ചു. അതൊരു ഭയങ്കര അവാർഡാ. സ്തോത്രം. നിന്റെ ഓട്ടത്തിന് റിസൾട്ട്. സ്തോത്രം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ആ വാക്യത്തിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കിയപ്പോൾ ഒന്ന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം മത്സരാർത്ഥികൾക്ക് ജയത്തിന് ശേഷം കിട്ടുന്ന അവാർഡ്. ഇന്ന് പകൽ ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്ന, ഈ ആത്മീക ഓട്ടക്കളത്തിൽ നിൽക്കുന്ന നിനക്ക് ചില ദാനങ്ങൾ എന്റെ ദൈവം തരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിച്ച് ഈ പകൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. കഥവ് തരാൻ പോവാ. എന്നും ഈ കൈകൊട്ടും പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കാനല്ല, അത് ചെയ്യുന്ന ചിലർക്ക് റിസൾട്ടുകൾ ഉണ്ടാകുന്ന, കർത്താവ് പ്രതിഫലങ്ങൾ തരുന്ന, കർത്താവ് മാറിക്കുന്ന, കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ചില പ്രതിഫലങ്ങളുടെ ദൈവപ്രവചനം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഇന്ന് പകൽ പ്രാപിക്കുന്ന പകല, ഇന്ന് പകൽ പ്രാപിക്കുന്ന പകല, ഇന്ന് പകൽ ജയം പ്രാപിക്കുന്ന പകല. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില അവാർഡുകള് നിന്റെ മേൽ തന്ന് എന്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നെന്ന് ഈ പകൽ സ്വർഗം ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. സ്തോത്രം. ഈ അവാർഡ് കിട്ടാൻ എങ്ങനെ ജയിക്കാമെന്ന് ചോദിച്ചാൽ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഇവിടെ തിരിച്ചു വന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ 14-ാം വാക്യം വായിച്ചാൽ മതി. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാലും എങ്ങനെയാ ജയിക്കുന്നത്? ദൈവവചനം ഒന്ന് പറഞ്ഞത്, പിതാക്കന്മാരോട് പറഞ്ഞത് ദൈവത്തെ അറിഞ്ഞിരിക്കുകയാൽ. നോക്കൂ, ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തെ അറിഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ നീ ലോകത്ത് തോക്കാൻ എന്റെ പിതാവ് സമ്മതിക്കത്തില്ല എന്ന് ദൈവാത്മാവ് ശക്തമായി പ്രവചിച്ചു പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്തോത്രം. സ്തോത്രം. അറിഞ്ഞിരിക്കുക, അറിവ് ജയത്തിലേക്ക് മാറാൻ പോവാം. നീ ദൈവത്തെ അറിഞ്ഞ അറിവ്
സ്തോത്രം. എന്തോരം തിരക്കുണ്ടായിരുന്നു. സ്തോത്രം. എനിക്കറിയുന്ന ചില ആത്മീയർ ഇന്ന് കല്യാണത്തിന് പോയി. സ്തോത്രം. പക്ഷെ നമ്മളിവിടെ വന്നിരുന്ന് ആരാധിക്കുന്നത് ദൈവത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത് കൊണ്ട് ഇന്ന് പക ദൈവാത്മാവ് ഇടപെടുന്നു. നീ അറിഞ്ഞ അറിവ് പാഴായി പോകത്തില്ല. അതൊരു ജയമായി, അതൊരു അനുഗ്രഹമായി ആത്മാവിൽ പുറത്തു വരാൻ പോകുന്നു. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എന്തോ കർത്താവ് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ആ അറിവിന്റെ അകത്തുണ്ട് നിനക്ക് ജയം വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തെ സ്തുതിച്ച് ആ അറിവൊന്ന് വർദ്ധിക്കാൻ പ്രാർത്ഥിച്ച്. ഇത് പോരാ, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഇത് പോരാ, ജ്ഞാനം ഇത് പോരാ, നിന്റെ അനുഗ്രഹം വർദ്ധിക്കേണ്ടതിന് അറിവ് വ്യാപരിക്കണം. അറിവ് വ്യാപരിക്കും തോറും അനുഗ്രഹം വർദ്ധിക്കും. അടകമന വർദ്ധിക്കും. ഇന്ന് മുതൽ കുറിച്ചു വെച്ചോ. ഈ ഒരാഴ്ച യേശുവിന്റെ വചനത്തിൽ കൂടി അറിഞ്ഞു നോക്ക്. അടുത്ത ആഴ്ച വ്യത്യസ്തമായിരിക്കും. നിന്റെ ലൈഫ് വ്യത്യസ്തമായിരിക്കും. നിന്റെ ജീവിതം മാറുമെന്ന് ആത്മാവ് ശക്തമായിട്ടും ഈ പകൽ പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ജയിച്ചിട്ടില്ലെങ്കിൽ നീ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജയിച്ചിട്ടുണ്ട്. ഈ പകൽ ദൈവത്തിന് സ്തോത്രം കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അറിവൊരു ജയമാകാൻ പോകുന്നു. ലോകത്തിലേക്കുള്ള അറിവല്ല, യേശുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച്, പിതാവിനെ കുറിച്ച് നീ അറിയുന്നത് ഒരു ജയമായി തീരാൻ പോകുന്നു. സ്തോത്രം. ചുമയിരുന്ന സമയം കളയാതെ കിട്ടുന്ന സമയമൊക്കെ ഒന്ന് എടുത്തു വെച്ച് വായിച്ച് 2 വട്ടം അതൊന്ന് ധ്യാനിച്ച് ആ വചനത്തെ ആത്മാവിലേക്കൊന്ന് കൊണ്ടുപോവാ. അതിന്റെ അകത്തു കിടക്കുന്ന അനുഗ്രഹത്തിന്റെ കലവറ ഒരു താക്കോൽ എന്ന വണ്ണം നിലവിൽ തുറന്ന് ദൈവത്തിലെ പൂട്ടുകളെ അടിച്ച് നിന്നെ ഒരു ജയമാക്കി, നിന്നെ സൗഖ്യമുള്ള വ്യക്തിയാക്കി എന്റെ ദൈവം തീർക്കാൻ പോകുന്നെന്ന് ഈ പകൽ സ്വർഗം ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഇവിടെ കിട്ടുന്ന അറിവ് മാത്രം പോരാ. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് അധികമായി വ്യാപരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുക, ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് അധികമായി കിട്ടാൻ പ്രാർത്ഥിച്ചു. അതിന്റെ അകത്താണ് അനുഗ്രഹത്തിന്റെ കലവറകൾ കിടക്കുന്നത്. ഈ ലോകത്തിലും സ്വർഗത്തിലുമുള്ള അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിക്കാൻ എന്റെ യേശു ശക്തനാണ്. സ്തോത്രം. അവിടെ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോ പറയാം അറിഞ്ഞതിനാൽ. അടുത്ത പദം കുഞ്ഞുങ്ങളെ കുറിച്ച് പറയും നിങ്ങൾ ശക്തരാകുകയാൽ. സ്തോത്രം. വായിച്ച് ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാലും. എന്തുകൊണ്ടാ ജയിച്ചത്? ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും. ഒന്ന് പരിശോധിച്ച് വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഇപ്പൊ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇതിനോട് അനുബന്ധമായ 2 വാക്യങ്ങളിലും കയറി വന്നിട്ടുണ്ട്. സ്തോത്രം. ചില ആൾക്കാർ പറയും എന്നോട് ചോദിക്കല്ലേ, ഒന്നും വന്നില്ല. സ്തോത്രം. കാര്യം പോക്ക. സ്തോത്രം. അകത്ത് വചനം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നീ ജയിക്കുമെന്ന് ആത്മാവിടപെടുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം വസിക്കുകയാലും. സ്തോത്രം. ആരാണ്ട് പറയുമ്പോ വീട്ടിൽ പോയിട്ട് വേണം കാര്യം ചെയ്യാൻ. സ്തോത്രം. അരി വെക്കണം. വീട്ടിൽ ഒത്തിരി കാര്യം ഇട്ടിട്ട് പോകുന്നു. ഇവിടെ നീരിയുമ്പോ ശുഭവചനത്താൽ അകം നിറയുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒഴുക്ക് വെളിപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ, അത് തടയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ലോകത്തിൽ നീ പരാജയപ്പെടത്തില്ല. നീ ഒരു ജയമായി
നീ ഒരു അത്ഭുതമായി എന്റെ ദൈവത്താൽ തീരും. അതുകൊണ്ടാണ് സിദ്ധന്മാർ കൂടെ കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാൻ നോക്കുന്നത്. സ്തോത്രം, സ്തോത്രം. അടുത്ത ആഴ്ച വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വരണം. ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തിന്റെ വെളിപ്പാട് അതിന്റെ അടുത്ത ലെവലിൽ എന്റെ അകത്ത് പ്രകാശിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി വരാൻ പറ്റും? നീ അനുഗ്രഹമായിട്ട് മടങ്ങി പോകത്തുള്ളെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ചിന്തിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും നല്ല ബാല്യത്തെ ദൈവം തന്നപ്പോൾ അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവവചനം വസിക്കുന്ന ഒരു കുടയത്തിന്റെ ഉടമയായി നീ മാറാൻ ആത്മാവിൽ പോരാടുന്നെങ്കിൽ ഈ ലോകത്തിന്റെ ഘട്ടത്തെ ജയിച്ച് നിനക്കൊരു ജയാളിയായി ആത്മാവിൽ പുറത്തു വരാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. ഒരാളെന്നോട് ചോദിച്ചു, കർത്താവിന്റെ ദാസനെ നിങ്ങളൊക്കെ പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെടുക. സ്തോത്രം. ഞങ്ങളാണ് 40ഉം 21ഉം എല്ലാ വർഷവും മാറി ഇരുന്നിട്ട് ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് അവർ പറയുക, നിങ്ങളൊക്കെ ജാതികളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വന്നതുകൊണ്ട് കിട്ടിയതാ. സ്തോത്രം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ യഹൂദന്മാരിൽ നിന്ന് വന്നതല്ലേ? സ്തോത്രം. ഇന്ന് പകരം ഞാൻ ആത്മാവ് പറയും, വചനം അകത്തുണ്ടോ നിന്റെ വേഗത വർദ്ധിക്കും. വചനത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്തുണ്ടോ? വചനത്തിന്റെ ജീവൻ നിന്റെ അകത്ത് വസിക്കുന്നുണ്ടോ? ഒന്നിനാലും നീ തകർന്നു പോകാതെ നീ ഒരു അത്ഭുതമായി ഒരു ജയാളിയായി ആത്മാവിൽ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവിടപെടുകയാണ്. സ്തോത്രം. 10 എഴുതി വെച്ചു നോക്ക്, ബുക്കിലും ഹൃദയത്തിലും ആത്മാവിൽ എഴുതി വെച്ചു നോക്ക്. ജയം ഉണ്ടാകുമെന്ന് കാണാം. ഒന്ന് ശീലിച്ചു നോക്ക്. ജയത്തെ തടുക്കാൻ പറ്റത്തില്ല. നിന്റെ ജയത്തെ തടുക്കത്തില്ല ഒരു ഇരുട്ടിനും ഒരു അധികാരത്തിനും ഒരു വാഴ്ചയ്ക്കും നിന്റെ ജയത്തെ തടുക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്ത് ആത്മാവിന്റെ വചനമുണ്ട്. സ്തോത്രം, സ്തോത്രം. അകത്ത് ആത്മാവിന്റെ വചനം ഉണ്ടെങ്കിൽ ജയത്തെ തടുക്കാൻ പറ്റത്തില്ല. ഒരു വലിയ ജയം കാണുന്നു, ഒരു വലിയ ജയം കാണുന്നു. ഇന്ന് പകൽ ദൈവാത്മാവിനെ പ്രവചിച്ചു പറയുക, ഇതുവരെ കാണാത്ത വലിയ ഒരു ജയം നിന്റെ ആത്മിക തലത്തിൽ ഈ ഭൂമിയിൽ വെച്ച് എന്റെ ദൈവത്തിന് പ്രകാശിപ്പിക്കാൻ ഈ പകൽ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാലും. എന്താ ഉള്ളിൽ വസിക്കുന്നേ? ഒന്ന് പരിശോധിച്ച് ബാലിക്കാരോടാ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും പ്രേമമാണോ മുട്ടിട്ട് വന്നിരിക്കുന്നത്? അതിനെ അങ്ങ് തള്ളിക്കള. ഈ വചനത്തെ കയറ്റിവെക്ക. നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ പോകുന്ന ഇടത്ത് നീ ഒരു ജയാളിയായി ആത്മാവിൽ ഒരു അത്ഭുതമായി പുറത്തു വരുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എന്താ വസിക്കുന്നത്? ഏത് മോഹമാ? ദൈവത്തിലേക്കുള്ളതാണോ? ദൈവവചനമാണോ? അതിൻ്റെ അകത്താണെങ്കിൽ ഞാൻ ഉറപ്പ് പറയും, എത്ര എതിരാളി വന്നാലും, എത്ര മത്സരാർത്ഥികൾ നിനക്ക് എതിരെയുണ്ടെങ്കിലും അതിനു നടുവിൽ നീ ജയത്തോടെ, തലയെടുപ്പോടെ, അനുഗ്രഹത്തോടെ ഒരു വ്യത്യസ്തനായി ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവപ്രവൃത്തി കാണും. സ്തോത്രം. അത് വായിച്ചു തീർത്ത് ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിൽ വസിക്കാലും എന്തോ അപ്പൊ ദുഃഖനെ ജയിക്കാൻ ഭയങ്കര ശാസിക്കില്ല, പക്ഷെ ഒറ്റ വാക്യാകത്തില്ല. സ്തോത്രം, സ്തോത്രം. ഭയങ്കര ശാസിക്കില്ല. ശബ്ദമാണെങ്കിൽ അടുത്ത വീട്ടിൽ കേൾക്കും. സ്തോത്രം, സ്തോത്രം. പണ്ട് ഇങ്ങനെ കുളനര താമസിച്ചിരുന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ചേട്ടൻ, എൻ്റെ അല്ല വേറൊരു ബ്രദർ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തോടെ ഒരു ചേട്ടൻ വെട്ടാൻ പോവുക. രാവിലെ എഴുന്നേറ്റിട്ട് ഈ ആത്മീകൻ എന്ന് പറഞ്ഞ വ്യക്തി വെട്ടും കുത്തും എന്ന് പറഞ്ഞ് ശാസിക്കുക. ആ പുള്ളി പേടിച്ചു പോയി. റബ്ബർ വിട്ട പോലെ പുള്ളി പേടിച്ചു പോയി. പിറ്റേ ദിവസം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ആ വീട്ടിൽ നിന്ന് വെട്ടും കുത്തും എന്ന് കേൾക്കുന്നത് എന്താ? സ്തോത്രം. നിന്റെ ശബ്ദത്തിൻ്റെ ആഴത്തിലല്ല, നിന്റെ അകത്തു വസിക്കുന്ന ആത്മാവിൽ, നിന്റെ അകത്തു വസിക്കുന്ന വചനത്താൽ നീ ദേശത്ത് നിൽക്കുമ്പോൾ ദുഷ്ടനെ ജയിക്കാൻ
ആത്മാവ് ശക്തീകരിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാ. സ്വത്രം. അകത്തു ബലമുണ്ടോ? വചനത്തിന്റെ ശക്തിയുണ്ടോ? നീ പാർക്കുന്ന സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്ത് അതിനെ മറച്ചിട്ട് നീ ഒരു ജയാളിയായി ആത്മാവിൽ പുറത്തു വരുമെന്ന് ആത്മാവ് ഇടപെടുകയാ. ആത്മീക ജീവിതം പുറത്തെ പ്രകടനം മാത്രമല്ല, അകത്തുനിന്നുളവാകുന്ന ആത്മമണ്ഡലം, അകത്ത് ഉരുവാകേണ്ട ആത്മമണ്ഡലം, അകത്ത് വെളിപ്പെടേണ്ട വചനം. ആഴത്തിൽ വെളിപ്പെട്ടാൽ നീ നിൽക്കുന്ന ഇടത്തും മുള്ളു കാണും, പറക്കാര കാണും, ഇരുട്ട് കാണും, വാഴ്ച കാണും. എന്നാൽ ആ ദൂതൻ നിന്നെ തൊടത്തില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്നത് ശക്തിയുള്ളതാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. രക്തത്താലും ഉണ്ട് ജയം. സ്തോത്രം, രക്തത്താലും ഉണ്ട്. മാസ്റ്റർ രക്തത്താ ജയമെന്നാ പറഞ്ഞത്. എടുക്കണ്ട. വെളിപ്പാട് പുസ്തകം 12 പറയുന്നത് സാക്ഷ്യവചന ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും. ആ രക്തം ഏറ്റെടുക്കാൻ പറ്റുമോ? ഇന്ന് പകൽ നിന്നെ തോൽപ്പിക്കുന്ന അധികാരത്തിന് മീതെ ആ രക്തം വ്യാപരിക്കുന്നു, ആ രക്തം വ്യാപരിക്കുന്നു, ആ രക്തം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ജയിക്കും. വിശ്വാസമുണ്ടോ? ഒരു വാക്യം ഇവിടെ നമ്മൾ വായിച്ച് തീർത്തിട്ടങ്ങ് അറിയാൻ മതി. ഒന്ന് തീർത്ത ആ വാക്യം. ഇപ്പൊ വായിച്ച 4 അല്ലേ? മതി. അതേ പുസ്തകം തന്നെ 4:4 കൂടി ഒന്ന് വായിച്ച്. ഒന്ന് യോഹന്നാന്റെ പുസ്തകം 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എന്തൊരു ബോധ്യമാ കൊടുക്കുന്നേ, എന്തൊരു ബോധ്യമാ കൊടുക്കുന്നേ. നിങ്ങൾ എവിടെ നിന്നുള്ളതാ? ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. ആത്മാവിൽ ക്ഷണിച്ച ഓരോരുത്തരോടും ആത്മാ പറയുന്നു, നീ ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്തോത്രം. ഈ ബോധ്യം പ്രശ്നത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പിശാച് സമ്മതിക്കത്തില്ല. സ്തോത്രം. നമ്മൾ അന്നേരം മനസ്സ് കലങ്ങിപ്പോകും. നീ ദൈവത്തിൽ നിന്നുള്ളതാ, നീ ദൈവത്തിൽ നിന്നുള്ളതാ, നീ ദൈവത്തിൽ നിന്നുള്ളതാ, നീ തോക്കത്തില്ല. ആത്മാവിൽ വിശ്വസിച്ച് ആമേ പറ, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നിനക്ക് ജയിക്കാൻ എന്റെ ദൈവം കൃപ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച്, നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം ആമേൻ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ വെള്ളക്കല്ല് അവിടെ വന്നപ്പോഴാണല്ലോ ജയിക്കാനുള്ള മേഖല ഇങ്ങോട്ട് പോയത്. അതൊരു പ്രതിഫലത്തെ കാണിക്കുക. നിന്റെ ഓട്ടക്കളത്തിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചതുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ദൈവപ്രവൃത്തികൾ കഥാവ് ചെയ്തെടുക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ താഴെ വെള്ളക്കല്ല് മാത്രമല്ല, അതിൽ പേരെഴുതി വെച്ചിരിക്കുന്നു. അത് മറ്റാർക്കും അറിയാൻ കഴിയാത്ത പേര്. നിന്റെ വിശേഷമാണ്. നിനക്കൊരു ദൈവം ഒരു വിശേഷമായ നാമത്തുണ്ട്. ദൈവത്താൽ എഴുതപ്പെട്ട പുതിയ ഒരു പേര് നിന്റെ തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ കല്ല് മാത്രമല്ല, കല്ലിൽ എഴുത്തുമുണ്ട്. എന്ന് വെച്ചാൽ ഇത് മാറിപ്പോകത്തില്ല. നിനക്ക് വേണ്ടിയുള്ള അവകാശം നിന്റെ കരത്തിൽ തന്നെ വരാത്തക്കവണ്ണം ദൈവം എഴുതി വെച്ച് നിന്റെ പോർക്കിട്ടിരിക്കുന്ന പ്രതിഫലങ്ങൾ കരത്തിൽ തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഈ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലെ ജയത്തെക്കുറിച്ച് 7-ാം വാക്യം കൂടി ഒന്ന് വായിച്ചത് നിർത്തി പ്രാർത്ഥിക്കാൻ പോവാ. എന്തോ വായിച്ചോ? ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് സ്തോത്രം. അത് വ്യാഖ്യാനിച്ചിരുന്ന സമയം തീരും. എങ്കിലും ഇവിടെ ജയത്തിന് വേണ്ടി കർത്താവ് പറയുന്ന ഒരു പോയിന്റ് 5-ാം വാക്യമാണ്. മാനസാന്തരപ്പെടുവിൻ. ഇനി അങ്ങോട്ട് പോയാൽ പ്രസംഗിച്ച് കയറി വരാൻ പാടാ. സ്തോത്രം. മാനസാന്തരപ്പെടുവിൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ.
ഇത് ജാതികളോട് പറയുന്നതല്ല. എവിടെ വീണുവെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ മാനസാന്തരപ്പെട്ടാൽ നിനക്കൊരു ജയമുണ്ട്. സ്തോത്രം, സ്തോത്രം. വീഴ്ച തിരിച്ചറിഞ്ഞ് ഒന്നും മടങ്ങി വരാൻ, മനസ്സ് പുതുക്കാൻ നിനക്കൊരു സമർപ്പണമുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഒരു താഴ്മയുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഒരു വിധേയപ്പെടലുണ്ടെങ്കിൽ, ജീവവൃക്ഷത്തിന്റെ ഫലം, ഹല്ലേലൂയ, ഈ പകൽ മനസ്സൊന്ന് പണിയപ്പെട്ടാൽ ജയത്തോടെ വീട്ടിൽ പോകും. സ്തോത്രം. കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങിയതും അന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ തന്റെ ശുശ്രൂഷയുടെ തുടക്കം അതാ. സ്തോത്രം. യോഹന്നാൻ തുടങ്ങിയത് എന്താ? ഇതേ പദം തന്നെ പറഞ്ഞ ഈ പകൽ മാനസാന്തരത്തിന്റെ അകത്ത് വലിയ ദൈവശക്തിയുണ്ട്. എവിടെയാ തെറ്റുപറ്റിയത്, എവിടെയാ വീണത്, എവിടെയാ മിസ്റ്റേക്ക് സംഭവിച്ചത്, അതൊന്ന് തിരുത്തി നിന്റെ കണ്ണിൽ നിന്ന് ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീർ വീണ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ചില അവകാശങ്ങൾ, സ്തോത്രം, ദൈവം തരാൻ പോവുക. പരദീസയിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് ആ ജീവവൃക്ഷം. അവിടെ ദൈവം തുടരുതെന്ന് പറഞ്ഞതാ. സ്തോത്രം. പക്ഷെ ഇവിടെ യേശു നിമിത്തം അവൻ ഒരു വൃക്ഷത്തിൽ മരിക്കപ്പെട്ടതുകൊണ്ട്, അവനൊരു മരത്തടിയിൽ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ദൈവം ചില അവകാശങ്ങൾ നിന്റെ മേൽ തന്ന് നിന്നെ ഒരു അനുഗ്രഹമാക്കി. സ്തോത്രം. കഥവത് ചെയ്യട്ടെ. ആ ജീവവൃക്ഷത്തിന്റെ ഫലം ആത്മമണ്ഡല ആഴത്തിൽ തുറക്കപ്പെടുന്നു. എല്ലാ കണ്ണും ഒന്ന് അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. വെളിപ്പാട് പുസ്തകം എടുക്കേണ്ട 21-ാം അധ്യായത്തിലും 7-ാം വാക്യത്തിലും ജയത്തെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരു മിനിറ്റ് ഒന്ന് അന്യഭാഷയോടെ പ്രാർത്ഥിച്ച് അധികാരത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്. ശബനറപദ ജഗതവൈഡ ഗമനം റാധേനകൾക്കര അർദ്ധദീനകൾക്കര. പലരും പറഞ്ഞു നീ ഗതി പിടിക്കത്തില്ലെന്ന്, പലരും പറഞ്ഞു നീ പുറത്തു വരത്തില്ലെന്ന്, പലരും നിന്റെ പ്രകാശത്തെ അണച്ചു കളയാൻ ശ്രമിച്ചു, പലരും നിന്നെ വേദനിപ്പിച്ചു, പലരും നിന്റെ യാത്രകളെ നോക്കി കുറ്റം പിരിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഞാൻ നിന്നെ ആഴത്തിൽ അവൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തെടുക്കേണ്ടതിന് എൻ്റെ കരങ്ങൾ ഞാൻ നീട്ടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് അത്ഭുതകരമായ വിടുതലുകൾ ദൈവാത്മാവ് അയക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ ശക്തമായി കാണിക്കുന്നു. മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ജീവിതത്തിന്റെ ഭാരം ചുമന്ന് കഴിഞ്ഞ 6 വർഷമായി നീ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ദൈവിക ജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കയറ്റാൻ പോകുന്നു. ഇന്നായിരിക്കുന്ന ഇടം വിട്ട് മാറി ഒരു പാർക്കൽ പോലെ പാർക്കുന്ന ദൈവപ്രവൃത്തിയുടെ മണ്ഡലവും ആത്മാവിന് നികിടമേൽ തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നോട് എതിരായിരിക്കുന്നത് പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ തന്നെയാണ് നിനക്കെതിര്. ആ എതിരുകൾക്കും നടുവിൽ ഞാൻ നിന്നെ ജയാളിയായി പുറത്തെടുക്കുന്ന എൻ്റെ പദ്ധതികൾ ഞാൻ വെളിപ്പെടുത്തും. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയ്ക്ക് മേൽ ജയം വ്യാപരിക്കട്ടെ, ദൈവജനത്തിന്മേൽ ജയം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ദൈവവചനം വസിച്ച് ഈ ലോകത്തെ ജയിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി ഓരോരുത്തരും പുറത്തു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചത് കൊണ്ട് നന്ദി. വലിയ ബ്ലെസ്സിംഗ്സിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് നന്ദി. അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.